ഇന്ന് മോളുടെ സ്കൂളിൽ PTA മീറ്റിംഗ് ആണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നോക്കുമ്പോൾ മോളുടെ ഡാൻസിൻ്റെ പ്രാക്ടീസ് എല്ലാം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അടുത്ത മാസം 27 മോളുടെ ഡാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മോനാണെങ്കിൽ ഒരു ഭാഗത്ത് ഇരിക്കില്ല കേട്ടോ, അവനിക്ക് അധികമൊക്കെ നടക്കണം കേട്ടോ. ഈ സ്കൂളിലാണ് കേട്ടോ മോൾ LKG UKG പഠിച്ചത്. ഇവിടെ വന്നിട്ട് LKG മുതൽ +2 വരെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റേജിലാണ് കേട്ടോ ഇവിടെ പ്രോഗ്രാം എല്ലാം നടക്കുന്നത്. ഈ ഒരു സ്റ്റേജ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ഡാൻസും എല്ലാത്തിനും വേണ്ടിയിട്ട്. പിന്നെ മോനാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. പിന്നെ അവനിക്ക് കളിക്കാൻ ആരും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരം നിന്നപ്പോഴും മോളുടെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെ ഓടി വന്നു കേട്ടോ ഞങ്ങളെ കണ്ടതും. പിന്നെ ഞങ്ങളെ ക്ലാസ്സിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. മോളുടെ ക്ലാസ് വന്നിട്ട് ഏറ്റവും ടോപ്പിൽ 3ാമത്തെ നിലയിലാണ് കേട്ടോ. ഞാൻ ഈ ഒരു സ്റ്റെപ്പ് കയറി വരുമ്പോഴേക്കും തന്നെ എൻ്റെ കാലെല്ലാം കടയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കേട്ടോ, ഡെയിലി ഇതുപോലെ കുട്ടികളൊക്കെ കയറി വരുമ്പോൾ എത്ര ബുദ്ധിമുട്ടായിരിക്കും. അതും ബാഗും അതുപോലെ ലഞ്ച് ബോക്സും എല്ലാം കൂടി എടുത്തിട്ട് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഞാൻ എപ്പോഴും മോളോട് പറയും കേട്ടോ, മോളിലേക്ക് കയറി പോകുമ്പോഴും അതുപോലെ ഇറങ്ങി വരുമ്പോഴും പതുക്കെ നോക്കി വരണം. കാരണം എല്ലാവരും ക്ലാസ് വിടുമ്പോൾ ഇപ്പോൾ തിരക്ക് പിടിച്ച എല്ലാ കുട്ടികളും ഓടും. ചില സമയത്ത് കുട്ടികൾ ഉന്തുമോ മറ്റു ചെയ്യുമോ കൊണ്ട് എപ്പോഴും പേടിയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ പറയും, സ്റ്റെപ്പിൽ കൂടെ വരുമ്പോൾ പതുക്കെ പിടിച്ച് വന്നാൽ മതി. അധികവും ബോയ്സാണ് കേട്ടോ ഇങ്ങനെ ഓടി വരുന്നത്. പിന്നെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കുട്ടികളുടെ ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോണ്ട് മോളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ മോൻ ഒരുപാട് നേരം കളിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോണ്ട് മക്കൾക്ക് സ്ലൈഡിൽ കാരണം പറഞ്ഞു കേട്ടോ. ഇത് ഇവരുടെ അല്ല കേട്ടോ, UP-ക്കാരുടെ സ്ലൈഡാണ് കേട്ടോ. ഞാൻ ഈ സ്ലൈഡ് കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടി കേട്ടോ. കാരണം അത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നു. പൊതുവെ നമ്മൾ ഇങ്ങനെ പാർക്കിലെല്ലാം പോകുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ലൈഡ് ഇത്ര ഹൈറ്റ് ഉണ്ടാവില്ല. ഇത് കാണുമ്പോൾ തന്നെ ഒരു പേടി പോലെ തോന്നുന്നുണ്ട് കേട്ടോ. കുട്ടികളെങ്ങാനും വീഴുമെന്ന് പേടിയുണ്ടായിരുന്നു. പിന്നെ മോനാണെങ്കിൽ പേടിയില്ല കേട്ടോ, മോൾക്ക് പേടിയുണ്ട്. മോൾ കുറച്ചായിട്ടുള്ളൂ കേട്ടോ ഇതിൽ കയറാൻ തുടങ്ങിയിട്ട്. മോൾ പിടിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. പക്ഷെ മോനാണെങ്കിൽ പേടിയില്ലാണ്ട് ധൈര്യത്തിൽ വന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാണ്ട്. പോകുന്ന വഴി നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ മാംഗോ ബേക്കേഴ്സ്. എല്ലാ കുട്ടികളും ഇതിനകത്തേക്കാണ് കേട്ടോ വരുന്നത്. പേരൻസ് ആണെങ്കിലും ഇവർ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ മാംഗോ ബേക്കേഴ്സ് വെച്ചത്. കാരണം സ്കൂളിൽ വിട്ട് പോകുന്ന കുട്ടികൾ സിപ്പപ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടി ഇതിനകത്തേക്ക് കയറും. പിന്നെ പൊതുവെ നമ്മൾ പാരൻസ് മീറ്റിംഗ് വരുമ്പോഴും എല്ലാ പാരൻസ് നേരെ കയറുന്നത് ഈ മാംഗോ ബേക്കേഴ്സിലേക്കാണ് കേട്ടോ. അങ്ങനെ വന്ന് കുട്ടികൾക്ക് ലിക്ക ബോൾസും പിന്നെ വേറെ ഈ ഒരു ചോക്ലേറ്റ് 2 പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.